Good morning all. Today let us start with the sixth module. The first topic on discussion is spread spectrum. So before going into the details of spread spectrum, let us discuss some factors about bandwidth. So whenever we transmit a signal, the signal with the higher bandwidth will be having its own advantage. Because the signal with the high bandwidth will be having higher data transfer rate. Okay, so which means that at minimum time we can transfer more information. അതാണ് ഒരു ബാൻഡ്വിഡ്ത്ത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ എപ്പോഴും നമ്മൾ സിഗ്നലിന് ബാൻഡ്വിഡ്ത്ത് കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഡു മീൻ ബൈ ബാൻഡ്വിഡ്ത്ത്? ബാൻഡ്വിഡ്ത്ത് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് ദ ലോവസ്റ്റ് ഫ്രീക്വൻസി. അതാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനൊരു സിഗ്നൽ നമുക്കിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നലുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഫ്രീക്വൻസീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫ്രീക്വൻസി 10 MHz, ദെൻ 20, 30, 40. ഓക്കെ, സോ ഹിയർ ദ ബാൻഡ്വിഡ്ത്ത് ഈക്വൽ ടു 40 മൈനസ് 10, ദാറ്റ് ഈസ് 30 MHz ആണ് ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 30 MHz ഓർ ഹെർട്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ക്ലിയർ? അപ്പോൾ അതാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് മോർ അഡ്വാൻറ്റേജസ് ഫോർ എ സിഗ്നൽ. ഓക്കെ, അപ്പോൾ എന്താണ് സ്പ്രെഡ് സ്പെക്ട്രം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ഇപ്പോൾ സ്പ്രെഡ് സ്പെക്ട്രം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സിഗ്നലിൽ കൺസിഡർ ഇറ്റ് ഈസ് എ സിഗ്നൽ, ഇറ്റ് ഈസ് ഹാവിങ് എ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, ഒരു ബാൻഡ്വിഡ്ത്ത് സേ ബി എന്ന് പറയുന്നൊരു ബാൻഡ്വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ എന്താണ് ഒരു സ്പ്രെഡ് സ്പെക്ട്രത്തിനകത്തൂടെ നമ്മൾ അതായത് സ്പ്രെഡ് സ്പെക്ട്രത്തിനകത്തൂടെ നമ്മൾ ഒരു സ്പ്രെഡിങ് പ്രോസസ്സ് വഴി നമ്മൾ കടത്തി വിടുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടി വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയും വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു BSS എന്ന് പറയും, സ്പ്രെഡഡ് സിഗ്നലാണ്, സ്പ്രെഡഡ് സിഗ്നൽ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് ബിയിൽ നിന്നുള്ള ബാൻഡ്വിഡ്ത്ത് ഹാസ് ബീൻ ഇൻക്രീസ് ടു BSS. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി റേഞ്ചിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് സ്പ്രെഡ് സ്പെക്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രം. അപ്പോൾ ഒന്നുമില്ല, വി ആർ ഇൻക്രീസിങ് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ ബൈ എ സ്പ്രെഡിങ് പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടെക്നിക് ബിഹൈൻഡ് ദ സ്പ്രെഡ് സ്പെക്ട്രം. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കൂട്ടിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? വി ക്യാൻ ഹാവ് മോർ ഡാറ്റ ട്രാൻസ്ഫർ rate. At minimum time we can send more information. Okay, now let us see some of the theoretical aspects. Spread spectrum combine signals from different sources to fit into the larger bandwidth. Okay, അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ പല സോഴ്സിൽ നിന്നുള്ള സിഗ്നൽ കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയാണല്ലോ വരുന്നത്. നമ്മൾ മൾട്ടിപ്ലെക്സ് ചെയ്താണല്ലോ വരുന്നത്. മൾട്ടിപ്ലെക്സ് ചെയ്ത് വരുന്ന അങ്ങനെ പല സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹയർ ബാൻഡ്വിഡ്ത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് അതിൻ്റെ ഫ്രീക്വൻസീസ് നമ്മൾ കൂട്ടും, ബാൻഡ്വിഡ്ത്തിൻ്റെ റേഞ്ച് കൂട്ടും. ദ സ്പ്രെഡ് സ്പെക്ട്രം ഈസ് ഡിസൈൻ ടു ബി യൂസ്ഡ് ഇൻ വയർലെസ് ആപ്ലിക്കേഷൻ, LAN ആൻഡ് WAN. ഓക്കെ, വയർലെസ് ആപ്ലിക്കേഷൻസിലാണ് നമ്മളിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വയർലെസ് ട്രാൻസ്മിഷൻ സമയത്താണ് നമ്മൾ ഈ ബാൻഡ്വിഡ്ത്തിൻ്റെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വയർഡിലും ഉണ്ട്, ബട്ട് വയർലെസ്സിലാണ് നമ്മൾ മോർ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. If the required bandwidth for each station is B, the spread spectrum expanded to BSS such that BSS is greater than B, much greater than B. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ വെച്ച ഫിഗറാണ്. ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് B ആണെങ്കിൽ സ്പ്രെഡ് സ്പെക്ട്രം കടത്തി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് BSS. സോ BSS ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ BL. ഓക്കെ, അതാണ് ഈ പറയുന്നത്. The expanded bandwidth allows the source to wrap its message into a protective envelope for more secure transmission. അപ്പോൾ നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്ത ബാൻഡ്വിഡ്ത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജിനെ ഒരു പ്രൊട്ടക്റ്റീവ് എൻവലപ്പിലാക്കിയിട്ടാണ്, ഒരു പ്രൊട്ടക്റ്റീവ് എൻകാപ്സുലേറ്റ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ സെക്യൂർ. അപ്പോൾ നമ്മൾ ഈ ഹൈ ബാൻഡ്വിഡ്ത്ത് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെക്യൂറായിട്ട് നമുക്കിത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹൈ ബാൻഡ്വിഡ്ത്തിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ മെക്കാനിസംസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ബാൻഡ്വിഡ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻസ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബാൻഡ്വിഡ്ത്ത് യൂസേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് ഹൈ ബാൻഡ്വിഡ്ത്ത് ആണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവത്തുള്ളൂ.
ഓക്കെ, ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ദ സ്പ്രെഡ് സ്പെക്ട്രം അച്ചീവ് ഇറ്റ്സ് ഗോൾ ത്രൂ 2 പ്രിൻസിപ്പിൾസ്. അതായത് സ്പ്രെഡ് സ്പെക്ട്രം ഈ 2 പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഈ 2 ഒരു റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ബാൻഡ് വിഡ്ത്ത് അലോക്കേറ്റഡ് ടു ഈച്ച് സ്റ്റേഷൻ നീഡ്സ് ടു ബി ലാർജർ ദാൻ വാട്ട് ഈസ് നീഡഡ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അതാണ്, നമ്മുടെ ഔട്ട്പുട്ട് അതാണ് അല്ലേ. ബാൻഡ് വിഡ്ത്ത് ഓരോ സ്റ്റേഷനിലും അലോക്കേറ്റ് ചെയ്ത ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അവർക്ക് ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരുന്ന ബാൻഡ് വിഡ്ത്തിനെക്കാട്ടിയും ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ദേ ആർ ഇംപ്ലിമെൻറ്റിംഗ്. The second one is that the expanding of the original bandwidth B to the bandwidth BSS must be done by the process that is independent of the original signal. ഓക്കെ, അപ്പോൾ ബി ബാൻഡ്വിഡ്ത്ത് ഉള്ള സിഗ്നലിനെ നമ്മൾ BSS ബാൻഡ്വിഡ്ത്ത് ആക്കി മാറ്റുകയാണ്. ഓക്കെ, അത് ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽ ആയാലും അവരത് മാറ്റും. അത് ആനലോഗ് ആയാലും ഡിജിറ്റൽ ആയാലും നോ പ്രോബ്ലം, അത് അവർ മാറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. Whatever signal it is, whether it is analog or digital, they can transfer or they can expand the original bandwidth to a expanded bandwidth from B to BSS. Clear? ഇതാണ് 2 principles they are implementing. Okay, അതായത് the original bandwidth must be the new bandwidth will be much greater than the original bandwidth. Okay, then the second one is the B to BSS transmission is not depending on the original signal. Okay, whether it is analog or digital, whatever signal it is, they can convert it to a bandwidth from B to BSS. The spreading process occurs after the signal is created by the source. The spreading എപ്പോഴാണ് നടക്കുന്നത്, അതായത് ബാൻഡ്വിഡ്ത്ത് എപ്പോഴാണ് വലിച്ച് നീട്ടുന്നത്, എപ്പോഴാണ് നമുക്ക് സോഴ്സ് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൺസ് ദ സോഴ്സ് സിഗ്നൽ ഈസ് ക്രിയേറ്റഡ് ദ സ്പ്രെഡിങ് പ്രോസസ് വിൽ ബിഗിൻ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിഗർ. നമ്മുടെ ബി ബാൻഡ്വിഡ്ത്തുള്ള സിഗ്നലിന് നമ്മൾ സ്പ്രെഡ് സ്പെക്ട്രം വഴി നമ്മൾ BSS ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിനൊരു സ്പ്രെഡിങ് പ്രോസസ്സുണ്ട്. അപ്പോൾ സ്പ്രെഡിങ് പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് സ്പ്രെഡിങ് കോഡൊക്കെ ഉണ്ട്. ആ ഒരു സ്പ്രെഡിങ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സ്പ്രെഡിങ് കോഡ് എന്നുള്ളത് വി വിൽ ഡിസ്കസ്. ബിഫോർ ദാറ്റ് I have to consider one more point. After the signal is created by the source, the spreading process uses spreading code and spreads the bandwidth. അപ്പോൾ ഈ സ്പ്രെഡിങ് കോഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ ബാൻഡ്വിഡ്ത്തിനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ആ കോഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചിലവിൽ മാത്രമേ ഈ കോഡിംഗ് ഉള്ളൂ. ഈ ഡിജിറ്റൽ സിഗ്നൽസിലാണ് നമുക്ക് ഈ കോഡിംഗ് വരുന്നത്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽസിൽ നമുക്ക് ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് കൂട്ടുന്നത് ഒരു പ്രത്യേകം കോഡ് വെച്ചിട്ട് നമ്മൾ ഒറിജിനൽ സിഗ്നലിനെ എക്സോർ ചെയ്തിട്ടാണ് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൂട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ ബേസിക്കലി ദർ ആർ 2 techniques for spread spectrum. So okay, we are going to study 2 techniques. The first one is frequency hopping spread spectrum and direct sequence spread spectrum. രണ്ടെണ്ണമാണ്, FHSSും DSSSും. Okay, frequency hopping spread spectrum and direct sequence spread spectrum. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക, ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ആനലോഗ് സിഗ്നലിൻ്റെ ബാൻഡ്വിഡ്ത്ത് മാറ്റാനാണ് ഈ FHSS യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം യൂസ് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൂട്ടാനാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ ആനലോഗ് സിഗ്നൽ ആൻഡ് ദിസ് ഈസ് ഫോർ ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടതാണ്. Let us go into the details of FHSS, frequency hopping spread spectrum. It is applied to analog signal. Okay, the frequency hopping spread spectrum technique uses m different carrier frequencies that are modulated by the source signals. അതായത് ഇവിടെ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ m ഡിഫറെൻറ്റ് കാരിയർ ഫ്രീക്വൻസീസ് എടുക്കും. അതായത് സിഗ്നൽസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അതായത് ഇപ്പോൾ m different signals and these m signals will be having different frequencies. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ സിഗ്നലിനെയും നമ്മൾ ഈ ഫ്രീക്വൻസിയിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്യും. നമ്മൾ ആ സോഴ്സ് സിഗ്നലിന് ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉപയോഗിക്കും, അത് കഴിഞ്ഞ് വേറൊരു ഫ്രീക്വൻസി ഉപയോഗിക്കും, അങ്ങനെ മാറ്റി നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്, വിൽ ജസ്റ്റ് സീ ദ ബ്ലോക്ക് ഡയഗ്രാം. ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ദിസ് ബ്ലോക്ക് ഡയഗ്രാം, വിൽ ലെറ്റ് us see the explanation. Okay, so this is the original signal. അപ്പോൾ നമുക്കിവിടെ ഒരു സ്യൂഡോ
റാൻഡം കോഡ് ജനറേറ്റർ എന്ന് പറയുന്നൊരു ഹാർഡ്വെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം 8 ഫ്രീക്വൻസി ഉണ്ടെന്ന് വയ്ക്കുക. 8 ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഈ 8 ഫ്രീക്വൻസിനെയും ഒരു 3 ബിറ്റ് പാറ്റേണിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ആ 3 ബിറ്റ് പാറ്റേൺ റെപ്രസെൻറ്റ് ചെയ്യും. സോ കാരണം നമുക്ക് 8 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 3 ബിറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? 000 001 അല്ലേ, 010 110 111 അല്ലേ, 101 111 110 111. ഓക്കെ, അങ്ങനെ 8 കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, 8 നമുക്ക് ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് 2⁻3 അതായത് 3 കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? 3 ബിറ്റ് കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ഈ 8 ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്യൂഡോ കോഡ് ജനറേറ്റർ വെച്ചിട്ട് ദേ വിൽ ജനറേറ്റ് എ ബൈനറി കോഡ്, ഓക്കെ, വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? വി ആർ ഹാവിങ് ദിസ് ഈസ് മാപ്ഡ് ടു എ ഫ്രീക്വൻസി ടേബിൾ. ആ ഫ്രീക്വൻസി ടേബിളിൽ ആ കറസ്പോണ്ടിങ് ബൈനറി കോഡിൻ്റെ ഫ്രീക്വൻസി ഏതാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ടേബിൾ കണ്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് 000 ആണെങ്കിൽ, ഓക്കെ, 000 ആണെങ്കിൽ 200 kHz, 001 ആണെങ്കിൽ 300 kHz, ഓക്കെ, 010 ആണെങ്കിൽ 400, 011 500, 100 600, 101 700, 110 800, 111 900. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു സ്യൂഡോ കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര ഫ്രീക്വൻസി ഉണ്ടോ ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ്സുകൾ അവർ സെലക്ട് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ആ ബിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി മാപ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ടേബിൾ കോൾഡ് ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇൻകമിങ് സിഗ്നലിന് എന്ത് ചെയ്യുന്നു? ഇൻകമിങ് സിഗ്നലിന് ഓരോ ഫ്രീക്വൻസിയിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒറിജിനൽ സിഗ്നലിൽ നമ്മൾ ഒരു ഫ്രീക്വൻസി സിന്തസൈസർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ മോഡുലേറ്റർ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ടേക്ക് ദ ഒറിജിനൽ സിഗ്നൽ, ഫസ്റ്റ് സിഗ്നൽ എടുക്കുന്നു. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് 1 ഫ്രീക്വൻസി, സേ 101 ആണെങ്കിൽ ടേക്ക് 700 kHz. ഓക്കെ, ഈ ഫ്രീക്വൻസി സിന്തസൈസർ എന്ത് ചെയ്യുന്നു? ഈ ഒറിജിനൽ സിഗ്നലിനെ 700 kHz ആക്കി. ഓക്കെ, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അടുത്ത വരുന്ന സിഗ്നലിന് ചിലപ്പോൾ 111 ആയിരിക്കും പാറ്റേൺ, അതെന്തായിരുന്നു 900 kHz. അടുത്ത ഇനി 900 kHz ആക്കും. ഓക്കെ, ഇനി അടുത്ത വരുന്ന സിഗ്നൽ ചിലപ്പോൾ 010 ആയിരിക്കും. 010 ആണെങ്കിൽ 400 kHz ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത 400 kHz ആക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി സിന്തസൈസറാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മോഡുലേറ്റർ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ദാറ്റ് ഒറിജിനൽ സിഗ്നൽ ടു എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. ഇപ്പോൾ ഓരോ ടൈമിലും ഓരോ ഫ്രീക്വൻസീസ് ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീക്വൻസി ഒറ്റ ഫ്രീക്വൻസി അല്ല, പല ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ് എവറി ടൈം. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ സമയവും ഓരോ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞു അല്ലേ? അതായത് നമുക്ക് ഇപ്പോൾ ഒരു ടൈമിൽ ഇറ്റ് വിൽ ടേക്ക് 1 ഫ്രീക്വൻസി, അനദർ ടൈമിൽ അനദർ ഫ്രീക്വൻസി. അപ്പോൾ ഈ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് TH. ഓക്കെ, TH എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഹോപ്പിംഗ് പീരീഡ് അല്ലെങ്കിൽ ഹോപ്പിംഗ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ TH റിഫർ ചെയ്താണ് നമ്മുടെ ഈ ഫ്രീക്വൻസി മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹോപ്പിംഗ് ടൈമിൽ ഒരു 400 ഫ്രീക്വൻസി 400 kHz ആയിരിക്കും. നെക്സ്റ്റ് THൽ ഇറ്റ് വിൽ ബി 700, നെക്സ്റ്റ് THൽ 900, നെക്സ്റ്റ് THൽ ഇറ്റ് വിൽ ബി 600, ഇറ്റ് വിൽ ബി വേരി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോപ്പിംഗ് പീരീഡിലാണ് ഓരോ ഫ്രീക്വൻസി നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ സീറോ റാൻഡം കോഡ് ജനറേറ്റർ, ഓക്കെ, സീറോ റാൻഡം കോഡ് ജനറേറ്റർ അല്ലെങ്കിൽ PN എന്ന് പറയുന്ന സീറോ റാൻഡം കോഡ് ജനറേറ്ററാണ് ഈ പറഞ്ഞ ഓരോ ഫ്രീക്വൻസീസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ ബൈനറി പാറ്റേൺ. ഓക്കെ, ക്ലിയർ? ഇതാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം. അപ്പോൾ അതിൻ്റെ തിയറി പോർട്ടിലേക്ക് വരാം. It applied in analog signal. Frequency hopping spread spectrum technique uses m different carrier frequencies. Okay, carrier frequencies എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നലിന് നമ്മൾ വേറൊരു കാരിയർ സിഗ്നൽ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആനലോഗ് എല്ലാം പഠിച്ചപ്പോൾ പറഞ്ഞുവല്ലോ. ഓക്കെ, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒറിജിനൽ സിഗ്നലിന് വിൽ ബി സൂപ്പർ ഇമ്പോസ് ഇൻ ടു എ കാരിയർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് n ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള കാരിയർ സിഗ്നൽസ് നമ്മളിലുണ്ട്.
അത് വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഒറിജിനൽ സിഗ്നൽ വിൽ ബി മോഡുലേറ്റഡ് യൂസിങ് carrier signal with having different frequencies. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ള കാരിയർ സിഗ്നൽ വെച്ചിട്ടാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നൽസ് മോഡുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാരിയർ ഫ്രീക്വൻസീസാണ് ഇവിടെ കൊടുക്കുന്നത്, കാരിയറിനുള്ള ഫ്രീക്വൻസീസാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും, എന്നിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, at one moment the signal modulate one carrier frequency, at next moment the signal modulate another carrier. അപ്പോൾ ഒരു സമയത്ത് ഒരു കാരിയർ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യും, അടുത്തതിൽ നെക്സ്റ്റ് ടൈമിൽ അടുത്ത ഫ്രീക്വൻസിയിൽ പോകും. ഓക്കെ, അപ്പോൾ ആ ടൈം എന്താണ്, ആ ടൈമിനെയാണ് നമ്മൾ ഹോപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത്, TH അല്ലേ. The pseudo random code generator called the pseudo random noise create a k-bit pattern for every hopping period t. ഓക്കെ, അപ്പം സ്യൂഡോ റാൻഡം നോയ്സ് ജനറേറ്റർ അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം ജനറേറ്ററാണ് എന്ത് ചെയ്യുന്നത്, ആ ഹോപ്പിംഗ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എത്ര ഹോപ്പിംഗ് വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 8 ഹോപ്സ് വേണമെന്നുള്ളതാണ് അല്ലേ. കാരണം ഓരോ ഫ്രീക്വൻസി അതായത് 8 ഫ്രീക്വൻസീസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 8 ഹോപ്സ് വേണമെന്നുള്ളതാണ്. അപ്പോൾ സ്യൂഡോ റാൻഡം ജനറേറ്ററാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ഹൗ മെനി ഹോപ്സ് ഈസ് റിക്വയർഡ് എന്നുള്ളത്. ഓക്കെ, അതാണ് പറയുന്നത്. Every hopping period t. The frequency table uses a pattern to find the frequency to be used for this hopping period. അപ്പോൾ ആ ഫ്രീക്വൻസി ടേബിളിലാണ് എന്ത് പറയുന്നത്, ആ ഹോപ്പിംഗ് പീരീഡ് ഏത് ഫ്രീക്വൻസി യൂസ് ചെയ്യണം എന്നുള്ളത് ആ ഫ്രീക്വൻസി ടേബിളിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ പർട്ടിക്കുലർ ഹോപ്പിംഗ് പീരീഡിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ടു ബി യൂസ്ഡ് എന്നുള്ളത് അതിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അപ്പം അതാണ് പറയുന്നത്. ആൻഡ് പാസസ് ഇറ്റ് ടു ദ ഫ്രീക്വൻസി സിന്തസൈസർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, യു വിൽ ബി പാസിങ് ഇറ്റ് ടു ദ സിന്തസൈസർ. ഏത് ഫ്രീക്വൻസിയാണെന്ന് നോക്കിയിട്ട് അത് ഫ്രീക്വൻസി സിന്തസൈസറിലേക്ക് കൊടുക്കുകയാണ്. ദ ഫ്രീക്വൻസി സിന്തസൈസർ ക്രിയേറ്റ്സ് എ കാരിയർ സിഗ്നൽ ഓഫ് ദാറ്റ് ഫ്രീക്വൻസി ആൻഡ് ദ സോഴ്സ് സിഗ്നൽ മോഡുലേറ്റ് ദ കാരിയർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി സിന്തസൈസർ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ ഒരു കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ 400 kHz ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ 400 kHz ഒരു കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യും, എന്നിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ, അതാണ് സംഭവിക്കുന്നത്. അത് ഒരു THൻ്റെ കാര്യമാണ്, ഒരു ഹോപ്പിംഗ് പീരീഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ഹോപ്പിംഗ് പീരീഡ് ഇതേപോലെ സ്യൂഡോ ജനറേറ്റർ അടുത്ത ബിറ്റ് എടുക്കും. ഓക്കെ, ആ ബിറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി നോക്കും, ആ ഫ്രീക്വൻസി ഏതാണെന്നുള്ള ഫ്രീക്വൻസി സിന്തസൈസറിനെ അറിയിക്കും. ആ ഫ്രീക്വൻസി സിന്തസൈസർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് ദേ വിൽ മോഡുലേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. സപ്പോസ് ദർ ആർ 8 ഹോപ്പിംഗ് ഫ്രീക്വൻസീസ്, 8 frequencies ഉണ്ടെങ്കിൽ the pseudo random code generator will create 8 different 3-bit pattern. 3-bitൻ്റെ 8 different patterns ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് these are mapped to a 8 different frequencies in the frequency table. അപ്പോൾ ഇത് നമ്മൾ ആ ഫ്രീക്വൻസി ടേബിളിലോട്ട് മാപ്പ് ചെയ്യും. 8 ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലേക്ക് ഇത് മാപ്പ് ചെയ്യും, ഈ ബൈനറി വാല്യൂ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് the second method is direct sequence spread spectrum. അപ്പോൾ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ആനലോഗ് സിഗ്നൽ. ഇവിടെ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ ഡിജിറ്റൽ സിഗ്നൽ. മറ്റേത് ആനലോഗിനും ഇത് ഡിജിറ്റലിനുമാണ്. The direct sequence spread spectrum technique also expands the bandwidth of the original signal, but the process is different. ഓക്കെ, DSSസും എന്താണ്, ബാൻഡ്വിഡ്ത്ത് കൂട്ടുന്നതാണ് അതിൻ്റെയും പരിപാടി, ബട്ട് ദ ടെക്നിക് ഈസ് ഡിഫറെൻറ്റ്. ദ DSS റീപ്ലേസസ് ഈച്ച് ഡാറ്റ ബിറ്റ് വിത്ത് n ബിറ്റ് യൂസിങ് എ സ്പ്രെഡിംഗ് കോഡ് കോൾഡ് ചിപ്പിംഗ് കോഡ്. അതായത് നമ്മൾ ഒറിജിനൽ ഡാറ്റ ബിറ്റിനെ ഇറ്റ് വിൽ ബി കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു അനദർ കോഡ് ദാറ്റ് ഈസ് ഡൺ യൂസിങ് എ സ്പ്രെഡിംഗ് കോഡ്. ഒരു സ്പ്രെഡിംഗ് കോഡ്, വേറൊരു കോഡ് വെച്ചിട്ടാണത് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ചിപ്പിംഗ് കോഡ് എന്ന് പറയുന്നത്. ആ സ്പ്രെഡിംഗ് കോഡ് നമ്മൾ വേറൊരു പേര് വിളിക്കും ചിപ്പിംഗ് കോഡ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഡാറ്റ ബിറ്റിൻ്റെ കൂടെ നമ്മൾ ഈ ചിപ്പിംഗ് കോഡും കൂടെ എക്സോർ ചെയ്യും. ഓക്കെ, എക്സോർ ചെയ്ത് കിട്ടുന്ന സാധനമാണ് നമ്മുടെ DSS സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം എക്സോർ വിത്ത് ദ ചിപ്പിംഗ് സീക്വൻസ്.
ആ ചിപ്പിംഗ് സീക്വൻസും നമ്മുടെ ഒറിജിനൽ ഡാറ്റ സിഗ്നൽ വിറ്റും കൂടെ എന്ത് ചെയ്യുന്നു, എക്സോർ ചെയ്യും. എന്നിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെറുതെ എക്സോറേറ്റ് ചെയ്യില്ല, അതിൽ കുറച്ച് പ്രോസസ്സുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റ. ഓക്കെ, 0, 1 ഇതാണ് നമ്മളെ യൂസർ ഡാറ്റ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടോ, ഇത് ചിപ്പിംഗ് കോഡാണ്. ഈ ചിപ്പിംഗ് കോഡ് വെച്ച് ഇതിനെ എക്സോർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ 1 1 0 1 0 1 0 1 1 0 1 0 1 ദിസ് ഈസ് ദ ചിപ്പിംഗ് കോഡ്. ഇതും കൂടെ നമ്മൾ എക്സോർ ചെയ്യും. ഇപ്പോൾ 0 XOR 1 1 0 XOR 1 1 0 XOR 0 0 0 XOR 1 1 0 XOR 0 0 0 XOR 1 1 1 XOR 0 1 1 XOR 1 0. ഓക്കെ, 1 XOR 1 0 ഇങ്ങനെ ചെയ്യും. സോ ദിസ് ഈസ് ദ റിസൾട്ടിങ് സിഗ്നൽ. ഇതെന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കൂടിയ സിഗ്നലാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഈ TB TC എന്ന് പറയുന്നത്, TB എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ ബിറ്റിൻ്റെ പീരീഡാണ്, ലെങ്ത്താണ്, ബിറ്റ് പീരീഡാണ്, ബിറ്റ് ലെങ്ത്താണ്. ഓക്കെ, TC എന്ന് പറയുന്നത് ചിപ്പ് നമ്മളെ ചിപ്പിംഗ് കോഡ് ഉണ്ടല്ലോ, ചിപ്പിംഗ് കോഡിൻ്റെ ബിറ്റ് പീരീഡാണ്. അതാണ് ചിപ്പ് പീരീഡും ബിറ്റ് പീരീഡും. സോ ഈച്ച് യൂസർ ബിറ്റ് ഹാസ് എ ഡ്യൂറേഷൻ ഓഫ് TB ഡ്യൂറേഷനാണ്. The chipping sequence consists of a smaller pulse called with the duration TC. Okay, ചിപ്പിംഗ് പീരീഡാണ് TC എന്ന് പറയുന്നത്. അതിന് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇതിന് നമുക്കൊരു ഫോർമുലയുണ്ട്, സ്പ്രെഡിങ് ഫാക്ടർ. ഈ സ്പ്രെഡിങ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടൈം, അതായത് നമ്മൾ ഒറിജിനൽ ഡാറ്റയുടെ പീരീഡ് ഡിവൈഡഡ് ബൈ നമ്മളെ ചിപ്പ് പീരീഡ്, TB/TC gives the bandwidth. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബാൻഡ്വിഡ്ത്ത് എത്ര കൂടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒറിജിനൽ ഡിജിറ്റൽ ഡാറ്റയുടെ ബിറ്റ് പീരീഡും നമ്മുടെ ചിപ്പിംഗ് കോഡിൻ്റെ ബിറ്റ് പീരീഡുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. TB/TC ഗീവ്സ് ദ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ബാൻഡ്വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എഴുതേണ്ടതാണ്. ഓക്കെ, ചിലപ്പോൾ പ്രോബ്ലം വരാം. ഓക്കെ, പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിങ് പ്രോസസ്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോസസ്, നമ്മളെ യൂസർ ഡാറ്റ, ഇറ്റ് വിൽ ബി എ ഡിജിറ്റൽ ഡാറ്റ വിച്ച് വിൽ ബി എക്സോർഡ് വിത്ത് ദ ചിപ്പിംഗ് സീക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ ചിപ്പിംഗ് സീക്വൻസ് വെച്ച് എക്സോർ ചെയ്യുന്നു. അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ സ്പ്രെഡഡ് സ്പെക്ട്രം സിഗ്നൽ എന്ന് പറയുന്നത്. സ്പ്രെഡ് സ്പെക്ട്രം സിഗ്നൽ, അങ്ങനെ സ്പ്രെഡ് ചെയ്ത ബാൻഡ് വിഡ്ത്ത് കൂടിയ സിഗ്നലാണ്. അപ്പോൾ അതിനെ നമുക്ക് അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോഡുലേറ്റ് ചെയ്യണം. നമ്മൾ പണ്ട് പഠിച്ചതാണ്, ഡിജിറ്റൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മോഡുലേറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരിയർ വെച്ച് അതിനെ മോഡുലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്, ട്രാൻസ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പ്രെഡിങ് ഓഫ് ദ യൂസർ ഡാറ്റ സീക്വൻസ്, ഡിജിറ്റൽ മോഡുലേഷൻ. ദ സ്പ്രെഡ് സിഗ്നൽ ഈസ് ദെൻ മോഡുലേറ്റഡ് വിത്ത് എ കാരിയർ. ഓക്കെ, ആ സ്പ്രെഡിങ് പ്രോസസ്സാണ് നമ്മൾ എക്സോറിങ് എന്ന് പറഞ്ഞ് പഠിച്ചത്. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ ഒരു കാരിയർ വെച്ച് മോഡുലേറ്റ് ചെയ്യും, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ദിസ് ഈസ് ദ ട്രാൻസ്മിഷൻ പ്രോസസ്സ്. നൗ ദ റിസീവിംഗ് പ്രോസസ്സ്. വാട്ട് ഈസ് ദ റിസീവിംഗ് പ്രോസസ്സ്? ഇൻ റിസീവിംഗ്, the received signal, the received analog signal is actually demodulated using the same carrier signal. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടും. ഓക്കെ, ഹൈ ബാൻഡ് വിഡ്ത്തുള്ള ഒരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് സിഗ്നൽ ഈസ് ആക്ച്വലി എക്സോർഡ് വിത്ത് ദ സെയിം ചിപ്പിംഗ് സീക്വൻസ്, ചിപ്പിംഗ് കോഡ്. നമ്മൾ നേരത്തെ റിസീവറിൽ കണ്ട അതേ ചിപ്പിംഗ് കോഡ് ഉണ്ടല്ലോ, ആ ചിപ്പിംഗ് സീക്വൻസ് അല്ലെങ്കിൽ ചിപ്പിംഗ് കോഡ് വെച്ച് നമ്മളിവിടെയും നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിഗ്നൽ ഈസ് ആക്ച്വലി മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് ചിപ്പിംഗ് കോഡ്. ഓക്കെ, ചിപ്പിംഗ് കോഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും കൂടെ വിൽ ബി ആഡിങ് യൂസിങ് ദ ഇൻ്റഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് ആൻഡ് ദ ഇൻ്റഗ്രേറ്റർ, പ്രോഡക്റ്റും സമ്മും കൂടെ ചേർന്നുള്ള ഈ ഒരു ഹാർഡ്വെയറിനെ നമ്മൾ റിലേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്ത ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നൽ, നമ്മുടെ ഡിജിറ്റൽ സിഗ്നലാണ്, ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നലാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ദ സെയിം ചിപ്പിംഗ് കോഡ് വെച്ചിട്ട് വിൽ ബി പെർഫോമിങ് ദ പ്രോഡക്റ്റ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ആൻഡ് ദെൻ വി ആർ സമ്മിങ് ഓൾ ദ പ്രോഡക്ട്സ് യൂസിങ് ദ ഇൻ്റഗ്രേറ്റർ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ടു ദ എ ഡിസിഷൻ മേക്കർ. ഓക്കെ, ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്, ഡിസിഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ ഡിസിഷൻ യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ഈ സമ്മിൽ ഏത് 1 ആണ് ഏത് 0 ആണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആര്, നമ്മുടെ ഇദ്ദേഹമാണ്, ഡിസിഷനാണ്.
Okay, clear? So the signal is demodulated, and demodulated low pass filtered signal is transmitted given to a correlator. In the correlator, the same chipping code is used for to product with the incoming signal, and it is then added. The products are added by the integrator, and the sampled the sum is given to the decision unit, which decides if the sum represents the binary 1 or 0. ആ സമ്മ് ബൈനറി 0 ആണോ 1 ആണോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതാണ്. ക്ലിയർ? സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീക്വൻസി, ട്രാൻസ്മിഷൻ ഓഫ് വാട്ട് DSS. ഓക്കെ, റിസീവിങ് ഓഫ് DSS. ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു, റിസീവിങ് DSSൻ്റെ റിസീവിങ് പ്രോസസ്സാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. This is the same thing we have explained in the previous figure. The receiving process. The received signal is first demodulated using the same carrier frequency. ഇത് വെച്ച് നമ്മൾ റിസീവ്ഡ് സിഗ്നൽ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്യുന്നു യൂസിങ് ദ സെയിം കാരിയർ. നേരത്തെ ഉപയോഗിച്ച അതേ കാരിയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ സെൻഡർ ജനറേറ്റ്സ് ദ ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നൽ. ഓക്കെ, the receiver has to know the original chipping sequence for despreading the data. So the sequence of the sender and the receiver has to be precisely synchronized. Okay, second point ആണിത്. അപ്പോൾ നമ്മൾ കിട്ടിയ ഡീമോഡുലേറ്റ് സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചിപ്പിംഗ് കോഡ് വെച്ച് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്രോഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ചിപ്പിംഗ് കോഡ് എന്ന് പറയുന്നത് ദ സെയിം ചിപ്പിംഗ് കോഡ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഇൻ ദ സെൻഡർ ഈസ് യൂസ്ഡ് ഹിയർ ആസ് വെൽ. ഓക്കെ, അപ്പോൾ ആ ചിപ്പിംഗ് കോഡ് എന്താണ്, മസ്റ്റ് ബി നോൺ ടു ബൈ ദ സെൻഡർ ആസ് വെൽ ആസ് റിസീവർ. So the sender and the receiver must be synchronized. അവർ സിങ്ക്രണൈസ് ആയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, the receiver calculates the product of the chip with the incoming signal. ഓക്കെ, ഇൻകമിങ് സിഗ്നൽ എന്ന് മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ ഇൻകമിങ് സിഗ്നലും നമ്മൾ ഈ ചിപ്പിംഗ് കോഡുമായിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിൻ്റെ സം എടുക്കും. The integrator add all these products. The product in an integrator is called correlator. Okay, integrator ഈ പ്രോഡക്റ്റിനെല്ലാം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റും ഇൻ്റഗ്രേറ്ററും കൂടി ചേർന്ന ഈ സാധനത്തിന് നമ്മൾ കോറിലേറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഫൈനലി ഡിസിഷൻ എന്താ ചെയ്യുന്നത്, ഫൈനലി ഇൻ ഈച്ച് ബിറ്റ് പീരീഡ് എ ഡിസിഷൻ യൂണിറ്റ് ഡിസൈഡ്സ് ഇഫ് ദിസ് സം റെപ്രസെൻറ്റ്സ് ബൈനറി 1 or 0. ഓരോ ബിറ്റ് പീരീഡിലും ഈ ഡിസിഷൻ യൂണിറ്റ് നോക്കും. ഫസ്റ്റ് ബിറ്റ് പീരീഡിൽ നമുക്ക് കിട്ടിയ സംഭവം എടുത്ത് നോക്കിയിട്ട് അത് 1 ആണോ 0 ആണോ എന്ന് അനലൈസ് ചെയ്യും. അത് 0 ആണ്, ഓക്കെ 0 കൊടുക്കും. ഓക്കെ, അടുത്ത ബിറ്റ് പീരീഡ് വീണ്ടും ഇവിടെ നിന്ന് വരുന്ന ഡാറ്റ നോക്കും. ഓക്കെ, അത് 1 ആണോ 0 ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അത് 1 ആണ്, ഓക്കെ അത് ഡാറ്റ ആയിട്ട് കൊടുക്കും. ഓരോ ബിറ്റ് പീരീഡിലും ഇൻ്റഗ്രേറ്റർ എന്ന്, അതായത് കോറിലേറ്റർ എന്ന് വരുന്ന സാധനം അനലൈസ് ചെയ്തിട്ട് അത് ഏത് ഡാറ്റ ആണെന്നുള്ളത് നോക്കും. 1 ആണോ 0 എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിസിഷൻ വേണ്ടി ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രമും ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രവും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സീക്വൻസ് യൂസ് ചെയ്യുന്നത് നമ്മളെ ഡിജിറ്റൽ ഡാറ്റയിലും ഫ്രീക്വൻസി ഹോപ്പിംഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആനലോഗ് ഡാറ്റയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ സ്പ്രെഡ് സ്പെക്ട്രം എന്തിനാണെന്നുള്ളത് ആദ്യം കോൺസെപ്റ്റ് പഠിക്കുക. ബാൻഡ് വിഡ്ത്ത് കൂട്ടുക എന്നുള്ള ഒരു മെയിൻ കോൺസെപ്റ്റാണ് സ്പ്രെഡ് സ്പെക്ട്രത്തിൽ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബി ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു സിഗ്നലിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇത്രയും ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു സിഗ്നലാക്കി മാറ്റാൻ പറ്റും. എന്തിനാണ് ഈ ബാൻഡ് വിഡ്ത്ത് കൂട്ടുന്നത് എന്തിനാണ്? ബാൻഡ് വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ റേറ്റ് കൂടും, ട്രാൻസ്മിഷൻ റേറ്റ് കൂടും. ഓക്കെ, എറർ പോസിബിലിറ്റി കുറവാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സെക്യൂറായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം സെക്യൂരിറ്റി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ഈ ഹൈ ബാൻഡ് വിഡ്ത്ത് സിഗ്നലിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ല പഠിക്കുക. താങ്ക് യു.